വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമുക്കൊരു ലോഗിൻ പേജ് ഡിസൈൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഏത് പേജ് ആണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ ലോഗിൻ പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റൗട്ടിങ്ങും കൂടെ ചെയ്യണ്ടേ. അതായത് ഏത് URL പോകുമ്പോഴാണ് ലോഗിൻ വരേണ്ടത് എന്നുള്ളത്. അപ്പൊ റൗട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫോൾഡർ ഒക്കെ ക്രിയേറ്റ് ചെയ്താണ് ആ ഫോൾഡറിൽ പോയിട്ട് നമുക്ക് റൗട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ റൗട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ റൗട്ടിൽ നിന്ന് എവിടേക്കാണ് പോകേണ്ടത്, കൺട്രോളർ ഫംഗ്ഷൻ ആണ് വിളിക്കേണ്ടത്. അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പേജ് ആദ്യം ചെയ്യാം. ലോഗിന് മുമ്പ് രജിസ്ട്രേഷൻ പേജ് ചെയ്യാം. അപ്പൊ രജിസ്ട്രേഷൻ ഫോമിലേക്കാണ് പോകേണ്ടത്. ആ രജിസ്ട്രേഷന്റെ ഫോമിന്റെ ലോജിക്ക് നമ്മൾ കൺട്രോളറിലാണ് വേണ്ടത്. പിന്നെ കൺട്രോളറിന് അതുപോലെ സർവീസസിലേക്കും. ആ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മെയിൻ നമ്മൾ ആപ്പ് ജേസിൽ വന്നു, അവിടുന്ന് റൗട്ടിലേക്ക് വന്നു, റൗട്ടിന്ന് കൺട്രോളറിന് സർവീസ്, പിന്നെ അവിടുന്ന് മോഡലോ വാലിഡേഷനോ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ വിളിക്കും. എന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചു വരും. അതേ ഡയറക്ഷനിലാണ് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ഒരു ഫോം, രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫോം നമുക്ക് കാണിക്കണം. അതിനെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൺട്രോളർ ഫോൾഡർ ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഓതിനുള്ള ഒരു കൺട്രോളർ ഫോൾഡറിൽ വന്നിട്ട് ന്യൂ ഫയൽ ഓത് കൺട്രോളർ .js എന്നിട്ട് ഇതിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ കൺട്രോളറിലാണുള്ളത്. ഈ കൺട്രോളറിൽ കൊടുക്കുന്ന കോഡ് നമ്മൾ ഡയറക്റ്റ് റൗട്ടിലേക്കാണ് കൊടുക്കുക. റൗട്ട് നമ്മൾ എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു, ആപ്പ് ജേസിൽ ഒരു റൗട്ട് എന്ന് പറയുന്നത് അതിനൊരു പാത്ത് ഉണ്ടാവും, പിന്നെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ കൺട്രോളറിൽ കൊടുക്കുന്നത്. അപ്പൊ കൺട്രോളറിന് നമുക്ക് ഇതിൽ കൊടുക്കുന്ന ഫംഗ്ഷൻസ് മറ്റുള്ള ഫയൽസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റിക്വയറും എക്സ്പോർട്ടും എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എക്സ്പോർട്സ്. ഇതിൽ നിന്ന് ഈ ഫംഗ്ഷൻ, ഈ ഒരു ഫയലിന്, ഓത് കൺട്രോളർ എന്ന് പറഞ്ഞ ഈ ഒരു ഫയലിൽ നിന്ന് നമ്മൾ ഒന്നിലധികം ഫംഗ്ഷൻസ് എക്സ്പോർട്ട് ചെയ്യും. അതായത് നമുക്ക് രജിസ്ട്രേഷന്റെ ഫോം ഉണ്ടാവും, ലോഗിന്റെ ഫോം ഉണ്ടാവും, ഒക്കെ ഈ ഒരു കൺട്രോളറാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നിലധികം എക്സ്പോർട്സ് ഉള്ളതുകൊണ്ട് എക്സ്പോർട്സ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഓരോന്നും നമ്മൾ കൊടുക്കും. ഇനി അതല്ലെങ്കിലോ, ഒന്നാണെങ്കിൽ എക്സ്പോർട്സ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് ജസ്റ്റ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയലിന്റെ ആ ഒരു ഫംഗ്ഷന്റെ പേര് കൊടുക്കും. ഇവിടെ നമ്മൾ എക്സ്പോർട്സ് ഡോട്ട് അതിന് നമ്മളൊരു പേര് കൊടുക്കുകയാണ്, ഗെറ്റ് രജിസ്റ്റർ ഫോം അല്ലെങ്കിൽ ഗെറ്റ് രജിസ്ട്രേഷൻ ഫോം. അതൊരു ഫംഗ്ഷൻ ആണല്ലോ, ഈക്വൽ ടു അതൊരു അനോണിമസ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ. കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ് കൊടുക്കേണ്ടതാണ്. ഒരു ആരോ ഫംഗ്ഷൻ കൊടുത്തു. അപ്പൊ ഈ ആരോ ഫംഗ്ഷനിൽ നമുക്ക് റൗട്ട്, ഞാൻ പറഞ്ഞു റൗട്ടിൽ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ടാവും. റൗട്ടിലുള്ള കോൾ ബാക്ക് ഫംഗ്ഷൻ റിക്വസ്റ്റും റെസ്പോൺസും. ഇവിടെ നമുക്ക് റിക്വസ്റ്റ് ഫസ്റ്റ്, റെസ്പോൺസ് രണ്ടും കിട്ടി. അപ്പൊ ഇവിടെ ഡിക്ലെയർഡ് എന്താണ്, നെവർ യൂസ്ഡ്. നമ്മൾ ESLint ഒക്കെ സെറ്റ് ചെയ്തതുകൊണ്ട് എന്ത് വന്നു, ആ ഒരു വേരിയബിൾസ് യൂസ് ചെയ്തിട്ടില്ല എന്ന് വന്നിട്ടുണ്ട്, എറർ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് നമ്മള് ആപ്പ് ജെഎസിന് നമ്മളൊരു പഗ് ഫയൽ എങ്ങനെയാണ് റെൻഡർ ചെയ്തത്, റെസ്പോൺസ് ഡോട്ട് റെൻഡർ ആ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ റെസ്പോൺസ് ഡോട്ട് റെൻഡർ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പഗിന്റെ ഫയല് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. രജിസ്ട്രേഷൻ ഡോട്ട് PUG ആയിരിക്കും എക്സ്റ്റൻഷൻ. അത് എക്സ്റ്റൻഷൻ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് സേവ് ചെയ്തു. ഇവിടെ റിക്വസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അവിടെ നമ്മൾ പ്ലേസ് ഹോൾഡർ ആക്കി അണ്ടർസ്കോർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഫയൽ നമ്മൾ ഈ ഇൻഡെക്സിലേക്ക്, ആ ഫോൾഡറിൽ തന്നെയുള്ള ഇൻഡെക്സിൽ ലിങ്ക് ചെയ്ത് വെക്കണം. എന്നാലും ഡയറക്റ്റ് ഇൻഡെക്സ് എന്ന് ആക്സസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മളത് റിക്വയർ ചെയ്യും. കോൺസ്റ്റ് ഓത് കൺട്രോളർ ഈക്വൽ ടു റിക്വയർ ഓത് കൺട്രോളർ. എന്നിട്ട് അവിടുന്ന് മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്ന. ആ ഒബ്ജക്റ്റ് എന്തുണ്ടാവും, ഓത് കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഓത് കൺട്രോളർ ആയിരിക്കും. ഉദാഹരണത്തിന് ഇങ്ങനെ കൊടുക്കും, ഓത് കൺട്രോളർ, അതായത് ഓത് കൺട്രോളർ. പക്ഷെ അതേ സെയിം നെയിമിലാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വാല്യൂ സെയിം ആണെങ്കിൽ കൊടുക്കണം എന്നല്ല, മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് ഈക്വൽ ടു കൊടുക്കണം, അത് വിട്ടുവരുത്. അപ്പൊ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഡെക്സ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇനി ആപ്പ് ജെഎസിൽ വന്നിട്ട് ഞാൻ ഒരു രജിസ്ട്രേഷനുള്ള അതൊരു പഗ് ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യാം. വ്യൂസിൽ വന്നിട്ട് ന്യൂ ഫയൽ രജിസ്ട്രേഷൻ ഡോട്ട് PUG. അല്ലെ ഞാൻ തൽക്കാലം ജസ്റ്റ് ഒരു H2 മാത്രം കൊടുക്കുന്നു, ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് വരുന്നുണ്ടോ എന്ന് ആദ്യം നോക്കാലോ. എന്നിട്ട് ഇവിടെ മെയിൻ ഫയലിൽ വന്നിട്ട് പുതിയൊരു റൗട്ടും കൂടെ ആഡ് ചെയ്യാണ്.
ഗെറ്റ് തന്നെയാണ്. ഗെറ്റില് സ്ലാഷ് ഓത് സ്ലാഷ് രജിസ്ട്രേഷൻ. ഇവിടുന്ന് നമ്മൾ പക്ക് വിളിക്കുന്നതിന് പകരം ഇവിടെ നമുക്ക് ആ ഒരു ഓത് കൺട്രോളറിലുള്ള എന്താണ് ഓത് കൺട്രോളർ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോ ഇമ്പോർട്ട് നിങ്ങൾ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വരും. ഓത് കൺട്രോളർ ഡോട്ട് അതിലുള്ള ഗെറ്റ് രജിസ്ട്രേഷൻ. അപ്പോൾ നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ അതിങ്ങനെ റിക്കവർ ചെയ്താൽ മതി. അതായത് റിക്വയർ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ റിക്വയർ ഡോട്ട് സ്ലാഷ് കൺട്രോളേഴ്സ്, അതായത് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഇൻഡെക്സ് ഫയൽ ഉണ്ടാവും. സ്ലാഷ് ഇൻഡെക്സ് കൊടുക്കണം എന്നല്ല, ഇൻഡെക്സ് ഫയലിന് എന്ത് ചെയ്യും അതിലുള്ള ഓത് കൺട്രോളർ എടുക്കുക. അതിലൊരു ഒബ്ജക്റ്റ് ആണല്ലോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന മൊഡ്യൂൾ എക്സ്പോർട്ട് കൊടുക്കുന്നത്. ഇതൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റിൽ കുറെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒന്നിലധികം എക്സ്പോർട്ട് ഉള്ള ഫയലിന് ഏതെങ്കിലും ഒന്ന് മാത്രം ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് അങ്ങനെ കേളി ബ്രേസ് കൊടുക്കുന്നത്. ഇവിടെ പാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ഡയറക്റ്റ് പാത്ത് മാത്രമേ ഡീഫോൾട്ട് ആയിട്ടുള്ള എക്സ്പോർട്ട് ഉള്ളൂ. ഈ ഒരു ഇൻഡെക്സ് ഫയൽ മൾട്ടിപ്പിൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കേളി ബ്രേസ് ഇട്ടിട്ട് അതിൽ കൊടുത്തത്. എന്നിട്ട് ഓത് കൺട്രോളർ ഡോട്ട് ഗെറ്റ് രജിസ്ട്രേഷൻ ഫോം. ആ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യേണ്ടതില്ല. ഫംഗ്ഷൻ ഇതാണ് ഫംഗ്ഷൻ എന്നുള്ള പാസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളത് വിളിക്കുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അതായത് നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് എക്സിക്യൂട്ട് ചെയ്യരുത്, ജസ്റ്റ് അവിടെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ വരുന്നുണ്ടോ നോക്കാം. നമ്മള് URL എന്ന് പറയുന്നത് എന്താണ്? സ്ലാഷ് ഓത് സ്ലാഷ് രജിസ്ട്രേഷൻ. ആ ഒരു URL എടുത്ത് നോക്കാം. അപ്പൊ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ടെസ്റ്റ് എന്ന് കൊടുത്ത് പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് ആണ്. ഇനി നമ്മൾ കൺട്രോളർ ഒക്കെ ഫോൾഡറിലാക്കി റൗട്ടിന് ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ റൗട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, മെയിൻ പേജിൽ തന്നെയാണുള്ളത്. അത് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റാൻ പോവാണ്. അപ്പൊ അവിടെ നമ്മൾ ഓതർ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. routes.js. അതിൽ നമ്മൾ ആദ്യം എക്സ്പ്രസ് റിക്വയർ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കൺട്രോളർ, ഏത് കൺട്രോളറാണ് ഈ റൗട്ടിന് ഉപയോഗിക്കേണ്ടത് ആ കൺട്രോളർ നമ്മൾ റിക്വയർ ചെയ്യാം. എന്നിട്ട് റൗട്ടർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കാം. റൗട്ടർ ഈക്വൽ എക്സ്പ്രസ് ഡോട്ട് റൗട്ടർ 6 ക്യാപ്സ് ആണ് ഓഫ് ആ ഫംഗ്ഷൻ വിളിക്കുക. ഇങ്ങനെ എക്സ്പ്രസ് ഡോട്ട് റൗട്ടർ ഓഫ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ റൗട്ടർ എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു റൗട്ട് ഒബ്ജക്റ്റ് ആയിരിക്കും. എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം? മെയിൻ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു സംഭവം അല്ലേ, ഇത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ആപ്പ് ഇല്ല, പകരം എന്താണ് റൗട്ടർ ആണുള്ളത്. ആ റൗട്ടറിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, റൗട്ടർ ഡോട്ട് ഗെറ്റ് എന്താണ് ആ ഒരു കൺട്രോളർ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തു. പിന്നെ ആപ്പിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ റിക്വയർ ചെയ്തത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് കൺട്രോളർ യൂസ് ചെയ്യുന്നില്ല, അപ്പൊ അത് ഡിലീറ്റ് ചെയ്തോളെ, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഓതർ ഔട്ട് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ റൗട്ടർ എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. module.exports ഈക്വൽ ടു റൗട്ടർ. അപ്പൊ നമ്മൾ റൗട്ടർ ക്രിയേറ്റ് ചെയ്തു. ഇനി റൗട്ടർ ഫോൾഡറിൽ ഇൻഡെക്സ് ഫയൽ ഉണ്ട്, അതില് അതേപോലെ ആ റൗട്ടർ ആഡ് ചെയ്ത് വെക്കണം. അതിന് ഓതർ ഔട്ട്സ് ആദ്യം റിക്വയർ ചെയ്യാം. എന്നിട്ട് module.exports, എന്നിട്ട് അതിൽ ഓതർ ഔട്ട്സ്, ആ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഓതർ ഔട്ട്സ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാം. വർക്ക് ആവില്ല. cannot get auth registration. അങ്ങനെ ഒരു റൗട്ട് ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ AppJS-ലായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. എന്നാൽ പുതിയ റൗട്ട് ഉണ്ടാക്കി. പക്ഷെ പുതിയ റൗട്ട് എന്താ AppJS-ആയിട്ട് അതൊരു ബന്ധമല്ല. അതിവിടെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടില്ല മെയിൻ ഫയലുമായിട്ട്. മെയിൻ ഫയൽ എക്സിക്യൂട്ട് ചെയ്ത് അതിൽ ലിങ്ക് ചെയ്യട്ടെ, അവിടെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതിനെ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ റൗട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് app.use എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. app.use/auth ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാത്ത് റൗട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ /auth എന്ന് പറയുന്ന ഒരു പാത്ത് URL കണ്ടു കഴിഞ്ഞാൽ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഓതർ ഔട്ട്സ് യൂസ് ചെയ്യണം. എന്താണ് ഓതർ ഔട്ട്സ് എന്താണെന്നുള്ളത് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എറർ വരുന്ന നോക്കാം. സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മളെ പേജ് തന്നെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോ ഓതർ ഔട്ട്സ് എന്താണ്? റെഫറൻസ് എറർ, ഓതർ ഔട്ട്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അങ്ങനെ ഒരു ഓതർ ഔട്ട്സ് എന്ന് പറഞ്ഞതില്ല. നേരത്തെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പോലെ എന്ത് ചെയ്യണം? കോൺസ്റ്റ് ഒരു ഇൻഡെക്സ് ഫയലിനാണ് ബ്രാക്കറ്റ് ഇട്ടു ഓതർ ഔട്ട്സ് ഇമ്പോർട്ട് ചെയ്യണം. എവിടുന്നാണ്? ഈക്വൽ ടു റിക്വയർ ഡോട്ട് സ്ലാഷ് റൗട്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ എന്നാണ്. സേവ് ചെയ്യാം. ഫോർമാറ്റിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് നടക്കുന്നുണ്ട്. ആപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഇപ്പൊ എറർ ഇല്ല. ഇനി ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോഴും വർക്ക് ആവുന്നില്ല. ഇനിയുള്ള പ്രോബ്ലം നമ്മൾ നോക്കേണ്ടത്
നമ്മൾ നോക്കാം. ഓത് എന്ന് പറഞ്ഞ പാത്ത് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടോ, ഫയലൊക്കെയാണ് ഇവിടുന്ന് ഏതിടേക്കാണോ പോകുന്നത്, ഈ ഫയലിലേക്കാണ് പോകുന്നത് അല്ലെ. ഇനി ആ ഫയലിൽ പോയി നോക്കാം. അങ്ങനെ ഫയലിലേക്ക് നമ്മൾ സെപ്പറേറ്റ് റൗട്ടാക്കി മാറ്റുമ്പോൾ നമ്മൾ വീണ്ടും അവിടെ ഓത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഓത് സ്ലാഷ് രജിസ്ട്രേഷൻ. അപ്പൊ നമ്മൾ URL ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഓതിന് മുമ്പ് ഒരു ഓതും കൂടെ ഇട്ടോക്കാം, സ്ലാഷ്. അപ്പൊ അത് വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ആദ്യത്തെ ഫയൽ ഓത് എന്നാണ് പാത്തെങ്കിൽ ഇത് എടുക്കുന്നതാണ്. അപ്പൊ അതിൽ എടുക്കുന്ന അവിടെ നമ്മൾ ഓത് സ്ലാഷ് രജിസ്ട്രേഷൻ എന്നാണ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ ഒരു ഓത് നമുക്ക് ഒഴിവാക്കണം. എവിടെയാണ് ഒഴിവാക്കുക? നമ്മൾ ഓത് റൗട്ടിൽ വന്നിട്ട് അവിടെ എല്ലാ ഫയലിലും ഓത് ബൈ ഡീഫോൾട്ട് ഇവിടുന്ന് ആഡ് ചെയ്യും. ബാക്കിയുള്ള ഭാഗം മാത്രം ഈ റൗട്ടിൽ കൊടുത്താൽ മതി. അതുകൊണ്ട് അത് അവിടുന്ന് റിമൂവ് ചെയ്തു. ഇനി റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല. കാരണം എന്താണ്? 2 ഓത്ത് ഉള്ളതുകൊണ്ട്. കറക്റ്റ് ഇപ്പൊ കൊടുത്തപ്പോൾ വർക്കായി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? കൺട്രോളറും അതേപോലെ തന്നെ റൗട്ടും സെപ്പറേറ്റ് ഫയലിലേക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഡാഷ്ബോർഡിന്റെ ഈ ഒരു റൗട്ട് നമുക്ക് സെപ്പറേറ്റ് ഫയലിലേക്ക് ആക്കണം. അപ്പൊ അതിന് ഡാഷ്ബോർഡ് കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിൽ നമ്മൾ ഫംഗ്ഷൻ ഉണ്ടാക്കണം അല്ലെ. എക്സ്പോർട്സ് ഡോട്ട് ഗെറ്റ് ഡാഷ്ബോർഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ ഫംഗ്ഷൻ നേരെ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ ഇട്ടാൽ മതി. നമുക്ക് ഓൾറെഡി ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്, കട്ട് ചെയ്തു, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? സ്ലാഷ് ആകുമ്പോൾ നമുക്ക് ഏത് റൗട്ട് ആണെന്ന് കൊടുക്കണം. അപ്പൊ ആ റൗട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഡാഷ്ബോർഡിനുള്ള റൗട്ട് ഉണ്ടാക്കാം. അതേപോലെ കൺട്രോളർ ഫയൽ ഉണ്ടാക്കി അത് ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യണം. ഇതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിന് ഡാഷ്ബോർഡ് കൺട്രോളർ എന്ന് കൊടുക്കാം. ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി കാണിച്ചു തരാം. ഡാഷ്ബോർഡ് കൺട്രോളർ എന്ന് കൊടുത്തു. ഡാഷ്ബോർഡ് കൺട്രോളർ എക്സ്പോർട്ടും ചെയ്തു. ഒരു ഇഷ്യൂ ഉണ്ട്, എന്തായാലും ഞാൻ അത് ഉണ്ടാക്കി കാണിച്ചു തരാം. റൗട്ടും കൂടെ ആഡ് ചെയ്യട്ടെ. ന്യൂ ഫയൽ ഡാഷ്ബോർഡ് റൗട്ട്സ് JS. അതിൽ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യണം? എക്സ്പ്രസ് റിക്വയർ ചെയ്യണം, കൺട്രോളർ വേണം, എന്നിട്ട് അതിൽ ഫംഗ്ഷൻ വേണം. ജസ്റ്റ് ടൈം ലാഭിക്കാൻ വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം. എക്സ്പ്രസ് ഓക്കെ. ഓത് കൺട്രോളറിന് പകരം എന്ത് ചെയ്യണം? ഡാഷ്ബോർഡ് കൺട്രോളർ ആണ് വേണ്ടത്. കൺട്രോളേഴ്സ് തന്നെയാണ്. നമ്മളെ ഫംഗ്ഷന്റെ പേര് കൊടുക്കണം. അതിന് മുമ്പ് ഇവിടെ നമുക്ക് ഒരു സ്ലാഷ് എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? ഓൾറെഡി നമ്മളിവിടെ സ്ലാഷ് കൊടുത്തിട്ടുണ്ട്. അതായത് മെയിൻ പേജിലേക്കാണ് നമുക്കത് വേണ്ടത്. ഓക്കെ. ഇനി റൗട്ടിൽ വന്നിട്ട് രജിസ്റ്റർ ഡാഷ്ബോർഡ് റൗട്ടിൽ വന്നിട്ട് ഓക്കെ ഡാഷ്ബോർഡ് കൺട്രോളർ ഈ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് മെയിൻ ഫയലിലേക്ക് ആഡ് ചെയ്യാം. ഡാഷ്ബോർഡ് റൗട്ട്സ് കൊടുത്തു. ഇനി ഇവിടെ ഒന്നിലധികം സാധനം നമ്മൾ സെയിം ഫയലിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കോമ ഇട്ടിട്ട് അവിടെ കൊടുത്താൽ മതി. ഡാഷ്ബോർഡ് റൗട്ട്സ്. ഇവിടെ നമ്മൾ സ്ലാഷ് ആണെങ്കിൽ ഡാഷ്ബോർഡ് റൗട്ട്സ് യൂസ് ചെയ്യാന്നുള്ള കൊടുക്കാം. ഓക്കെ. സേവ് ചെയ്തു. നമ്മൾ ഡാഷ്ബോർഡിലേക്ക് പോയി നോക്കാം. ഡാഷ്ബോർഡിലേക്ക് പോയാൽ നമുക്ക് അവിടെ എറർ കിട്ടിയിട്ടുണ്ട്, കനോട്ട് ഗെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോക്കാം. സ്ലാഷ് എന്നതാണ് വിളിക്കുന്നത്. അപ്പൊ എവിടേക്കാണ് പോകേണ്ടത്? ഡാഷ്ബോർഡ് റൗട്ട്സിലേക്കാണ് പോകേണ്ടത്. ഡാഷ്ബോർഡ് റൗട്ട്സിൽ വന്നു കഴിഞ്ഞാല് അത് എങ്ങോട്ടാണ് പോയത്? ഡാഷ്ബോർഡ് റൗട്ട്സ് എന്ന് വിളിച്ചപ്പോ നമ്മളെ ഫയൽ നോക്കാം. ഓത് റൗട്ട്സിലേക്കാണ് പോയത്. അവിടെ സ്ലാഷ് രജിസ്ട്രേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്ലാഷ് രജിസ്ട്രേഷൻ എന്ന് വിളിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ വർക്കാവും. രജിസ്ട്രേഷൻ ഇല്ല, അതും വർക്കായിട്ടില്ല. രജിസ്ട്രേഷൻ ഓക്കെ. അപ്പോ അതും കറക്റ്റ് വർക്കായിട്ടില്ല. അപ്പൊ നമ്മൾ വന്നത് എവിടെയാണ്? ഈ ഓത് റൗട്ടിലേക്കാണ് ഇവിടുന്ന് വന്നത്. ഡാഷ്ബോർഡ് റൗട്ട്സ് എന്ന് വിളിച്ചപ്പോൾ വന്നത്. ആക്ച്വലി ഡാഷ്ബോർഡ് റൗട്ട്സ് എന്താണെന്നുള്ളത് നോക്കണം. ഇവിടെ ഡാഷ്ബോർഡ് റൗട്ട്സ് ഇവിടെയാണ്. അവിടെ നമ്മൾ റിക്വയർ ചെയ്തിട്ടുള്ള പേര് ഡാഷ്ബോർഡ് റൗട്ട്സ് ആണ് വിളിച്ചത്, പക്ഷെ റിക്വയർ ചെയ്തിട്ടുള്ള എന്താണ്? ഓത് റൗട്ട് തന്നെയാണ്. അപ്പൊ മാറ്റിയിട്ട് ഡാഷ്ബോർഡ് റൗട്ട്സ് ആക്കണം. ഡാഷ്ബോർഡ് റൗട്ട്സ് ആക്കി ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. രജിസ്ട്രേഷൻ വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നമ്മളെ ഡാഷ്ബോർഡ് അല്ല വന്നത്, നമ്മളെ രജിസ്ട്രേഷൻ ഫോം ആണ് വന്നത്. അതെന്തുകൊണ്ടാണ്? അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടന്റ് റെൻഡർ ചെയ്യുന്നത് എവിടുന്നാണ്? നമ്മൾ കൺട്രോളർ എന്നാണ്. അപ്പൊ ഡാഷ്ബോർഡ് റൗട്ടിൽ പോയി നോക്കുക ഏത് കൺട്രോളറാണ് നമ്മൾ ലിങ്ക് ചെയ്തത്. അതിൽ ഡാഷ്ബോർഡ് കൺട്രോളറിൽ ഗെറ്റ് രജിസ്ട്രേഷൻ ഫോം എന്നാണ്. രജിസ്ട്രേഷൻ ഫോം എന്നുള്ള ഡാഷ്ബോർഡ് കൺട്രോളർ ഉള്ളതല്ലല്ലോ. അതെങ്ങനെ അവിടെ വന്നു? നമുക്ക് വേണ്ടത് ഡാഷ്ബോർഡ് കൺട്രോളറിൽ പോയിട്ട് ഗെറ്റ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഡാഷ്ബോർഡ് കൺട്രോളറിൽ ഗെറ്റ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തു. അവിടെയും ഇഷ്യൂ ഉണ്ടാവും, കാണിച്ചു തരാം. ഇവിടെ കണ്ട എറർ റിക്വസ്റ്റ് കോൾ ബാക്ക് ബട്ട് ഗോട്ട് അൺഡിഫൈൻഡ്. അതായത് റൗട്ടർ ഗെറ്റ് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്, പക്ഷെ അൺഡിഫൈൻഡ് ആണ്.
ഇതിങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ശരിയാണോ? പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പോയാൽ എവിടുന്നാണ് കൺട്രോളേഴ്സ് എന്നാണ് ഡാഷ്ബോർഡ് കൺട്രോളർ വരുന്നത്. അതിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് പേജ് എന്നാണ് വരുന്നത്. അവിടെയും നമ്മൾ എന്താണ് റിക്വയർ ചെയ്തിട്ട് ഡാഷ്ബോർഡ് കൺട്രോളർ എന്ന പേര് കൊടുത്തു, പക്ഷെ റിക്വയർ ചെയ്തത് ഓത് കൺട്രോളറിനാണ്. നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം. ഡാഷ്ബോർഡ് കൺട്രോളർ തന്നെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എറർ ഒന്നും കാണിക്കുന്നില്ല ടെർമിനലില്. ഇനി റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഡാഷ്ബോർഡ് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പർ എന്ത് ചെയ്തു, നമ്മൾ റൗട്ടിങ്ങും കൺട്രോളറും സെപ്പറേറ്റ് ഫോൾഡറിലേക്ക് ആക്കിയിട്ടുണ്ട്. സ്പേസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി ഓരോന്നും ആ ഒരു ലെവലിൽ കറക്റ്റ് കോഡ് ചെയ്ത് പോയാൽ മതി.